Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. നമസ്കാരം. ഇലക്ഷൻ വൈബ്സ് ആണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വാദപ്രതിവാദങ്ങളും പുതിയ വിവാദങ്ങളുമൊക്കെ ഓരോ ദിവസവും ഉരുത്തിരിഞ്ഞു വരുന്നു. ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് സുൽത്താൻ ബത്തേരി അത് ഗണപതി വട്ടം എന്നുള്ള തരത്തിൽ പേര് മാറ്റും ജയിച്ചാൽ എന്നുള്ളതാണ്. കാസർകോട്ടെ അപര സ്ഥാനാർത്ഥി N ബാലകൃഷ്ണൻ അവിടെ CPM വധഭീഷണി മുഴക്കുന്നു എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഈ വാർത്തകളൊക്കെ കിടക്കുന്നു. ഇലക്ഷൻ വൈബ്സ് ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി വളരെ സജീവമായി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ ദിവസങ്ങൾ നീണ്ട പ്രചാരണം അത് നടക്കുകയായിരുന്നു. വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം എന്ന മണ്ഡലം BJP അത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഇടം കൂടിയാണ്. എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ ദിവസം? പ്രധാനമന്ത്രി എത്തുകയാണ് തിരുവനന്തപുരത്തേക്ക്. രാജീവ് ചന്ദ്രശേഖരനായി വോട്ടഭ്യർത്ഥിക്കുന്നതിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തും. 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലായിരിക്കും പൊതുയോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നും മനസ്സിലാക്കണമെന്നാണെങ്കിലും വീണ്ടും എത്തുകയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ സജീവമായിരുന്ന പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഞാൻ ചോദിച്ചത് ഈ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രി നിൽക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് NDAക്ക്. അപ്പോൾ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ പൊതുയോഗം മാത്രമാണോ ഈ പരിപാടിയിലുള്ളത്? എൽദോ, ഈ വർഷം ആരംഭിച്ച ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിൽ BJP ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. 15-നാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും അദ്ദേഹം ഇങ്ങനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി. കാട്ടാക്കടയിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അതിലൂടെ വലിയ രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തുന്നത്. കാരണം സാധാരണഗതിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമായ ഏതെങ്കിലും മൈതാനത്തോ ആണ് ഈ നിലയിൽ പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനങ്ങൾ ഉണ്ടാകുക. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പരിപാടിക്ക് റൂറൽ മേഖലയിലേക്ക്, ഗ്രാമീണ മേഖലയിലേക്ക് പ്രധാനമന്ത്രി അങ്ങനെ പോയിട്ടില്ല. അവിടെയാണ് ഇക്കുറി ഒരു മാറ്റം സംഭവിക്കുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. മലയോര ജനത, കർഷകർ, സാധാരണക്കാരായ ആളുകൾ, ആദിവാസി ജനത, അതോടൊപ്പം തന്നെ ഈ നാടാർ കമ്മ്യൂണിറ്റി അത് വലിയ തോതിൽ ഉള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ആളുകളുമായി സംവദിക്കുക, സാധാരണക്കാർക്ക് കൂടി തോന്നലുണ്ടാക്കുക, തങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രിയുണ്ട്, തങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇറങ്ങി വരുന്നു, ആ ഒരു തോന്നൽ വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കുക. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ആ തരത്തിലുള്ള ജനത അവരുടെ ആവശ്യങ്ങൾക്ക് മേലുള്ള ചില ഉറപ്പുകളോ അല്ലെങ്കിൽ രാജ്യത്ത് വീണ്ടും BJP അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നത് സംബന്ധിച്ച ഉറപ്പ് ഇതെല്ലാം നൽകും. മാത്രവുമല്ല, ശശി തരൂരിൻ്റെ കഴിഞ്ഞ തവണത്തെ വിജയവും അതിനു മുൻപുള്ള വിജയങ്ങളും അത് പരിശോധിക്കുമ്പോൾ 3 മണ്ഡലങ്ങളാണ് പലപ്പോഴും ശശി തരൂരിന് കൂടുതൽ കരുത്തായി വരുന്നത്. അത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളാണ്. അവിടെ ഈ പറഞ്ഞ തരത്തിൽ തന്നെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ അത് വലിയ തോതിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ CSI സഭയിൽ തന്നെ ചില പടലപ്പിണക്കങ്ങളുണ്ട്. അവിടെ മുൻ ബിഷപ്പിൻ്റെ ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയാകാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. അത് പക്ഷേ പത്രിക തള്ളിപ്പോയി. എങ്കിൽ തന്നെയും കോൺഗ്രസിന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്, ആ വോട്ട് നേടിയെടുക്കുക. അതുപോലെ തന്നെ ലത്തീൻ കമ്മ്യൂണിറ്റി അത് പൊഴിയൂർ മുതൽ തീരദേശങ്ങൾ, അത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ തീരദേശം, ഈ ഭാഗത്ത് പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചിരുന്ന വോട്ടുകൾ, ശശി തരൂരിന് ലഭിച്ചിരുന്ന വോട്ടുകൾ, അതിൽ വലിയ മാറ്റമുണ്ടാക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് BJPയുടെ ഒരു രാഷ്ട്രീയ നീക്കം, അല്ലെങ്കിൽ ആ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രം അവർ മെനയുന്നത്. ആ നിലയ്ക്ക് ആ തരത്തിലുള്ള ജനങ്ങളുമായി വലിയ തോതിൽ BJP നേതാക്കൾ സംവാദങ്ങൾ നടത്തുന്നുണ്ട്.
മറ്റൊന്ന് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പരിപാടിയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാട്ടാക്കട മണ്ഡലം വരുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അവിടെ വി മുരളീധരനാണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചരണവും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയുള്ള പ്രചരണവും. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വി മുരളീധരൻ കുറേ കാലങ്ങളായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ കേരയിൽ സമരം വന്നപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ മഞ്ഞക്കല്ലുകൾ പിഴുതെറിയുന്ന സമരരംഗത്ത് BJP ഭാഗത്ത് നിന്ന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു മുഖം എന്നത് വി മുരളീധരൻ്റേതായിരുന്നു. അദ്ദേഹം ജനകീയ സമരങ്ങളിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നടപ്പാവില്ല എന്ന നിലയ്ക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പായി ആളുകൾ പ്രതീക്ഷിച്ചതും കേട്ടതും വി മുരളീധരൻ്റെ വാക്കുകളാണ്. അങ്ങനെ ആ നിലയ്ക്ക് 2 മണ്ഡലങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയാണ് കാട്ടാക്കട. ആ 2 സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു പ്രചരണമായാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ വരവിനെ മാറ്റുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എൽദോ. ശരി, BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത് 6ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് ആ വരവിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഞാനത് സൂചിപ്പിച്ച വാർത്തയിലേക്ക്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഗണപതി വട്ടം എന്നായിരുന്നു മുൻ പേര്. ഈ പേര് തിരികെ കൊണ്ടുവരുമെന്നാണ് സുരേന്ദ്രൻ്റെ പ്രഖ്യാപനം. ടിപ്പു സുൽത്താൻ്റെ വരവോടെയാണ് പഴയ പേര് മാറ്റിയത്. വയനാട്ടിലായിരുന്നു സുരേന്ദ്രൻ്റെ ഈ പ്രഖ്യാപനം. അതാണ് ആ വാക്കുകളിലേക്ക്. How many years back Sultan's invasion came? Who is Sultan? Tipu Sultan. Regarding Wayanad and related to Wayanad people, what is the relevance of importance of Tipu Sultan? That place was known as Ganpati Vattam. So people are aware of this. People used to that name Ganpati Vattam, but renamed. So both the Congress and LDF, DF and LDF are with Tipu Sultan. Tipu Sultan attracted many temples, converted lakhs of Hindus in Kerala, especially in Wayanad and Malabar region. K. സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ LDF-ന്റെയും UDF-ന്റെയും നേതാക്കൾ രംഗത്തെത്തി. പ്രസ്താവന അത് വർഗീയ അജണ്ട എന്നുള്ളതാണ് UDF-ന്റെയും LDF നേതാക്കളുടെയും ആരോപണം. ആദ്യം IC ബാലകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ ഈ പരാമർശനം കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 1975 ജനിക്കുന്നത്. സത്യത്തില് എന്റെ ജനനം കഴിഞ്ഞ് ഒരു എന്താ പറയാ ഒരു പ്രാദേശികമായുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പൈതൃകമുള്ള ചരിത്രമുള്ള ആ മണ്ണിന്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാലം പൂർവികര് വിളിപ്പേരായ സുൽത്താൻ ബത്തേരിയെ ഇന്ന് NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അത് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയത്തില് ഒരു സംഘടനാപരമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരു ദേശത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുമോ? മാത്രമല്ല അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കാരണമെന്താ? അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളോട്. മാത്രമല്ല സുൽത്താൻ ബത്തേരിക്ക് ഒരു പൈതൃകമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇന്നും അവിടെ കൂട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഒരു മത തീവ്രവാദ മത വൈകാരികം ഇല്ലാതെ ഒരു മതസൗഹാർദ്ദമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ പൈതൃകമായ ചരിത്രമുള്ള ഗണപതി ക്ഷേത്രമുണ്ട്, പൈതൃകമായ ചരിത്രമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്, അവിടെ പൈതൃകമായ ചരിത്രമായ അവിടെ മുസ്ലിം സഹോദരങ്ങളുടെ പള്ളികളുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോൾ സുൽത്താൻ ബത്തേരി ഒരു മതസൗഹാർദ്ദത്തിന്റെ ആഴത്തിലുള്ള ഒരു പൈതൃക സ്വത്താണ് സുൽത്താൻ ബത്തേരി. ആ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കി മാറ്റുമെന്ന് പറയുമ്പോ ഇത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവരെയും വേർതിരിച്ചു നിൽക്കുന്ന നിലപാടുകളുടെ മറ്റൊരു ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്.
കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ സി കെ ശശീന്ദ്രനും ശ്രേയംസ് കുമാർ മുൻ എം എൽ എയും രംഗത്തെത്തിയിരുന്നു. എന്താണെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഗണപതി വട്ടം എന്നുള്ള പേര് തിരികെ കൊണ്ടുവരുമെന്നുള്ളതാണ് BJP സ്ഥാനാർത്ഥിയുടെ BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഇനിയും വരും മണിക്കൂറുകളിലും അത് എത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇലക്ഷൻ വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ശരി, ഇടവേള. ഇലക്ഷൻ വൈബ്സ് തുടരുകയാണ്. ഇത്തവണയും പാട്ടും പാടി ജയിക്കുമെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പെൻഷൻ നൽകാത്തതും നെൽവില നൽകാത്തതുമൊക്കെ ജനത്തിന്റെ മനസ്സിലുണ്ട്. സർക്കാർ അവഗണനകൾക്ക് തന്റെ എതിർ സ്ഥാനാർത്ഥിയായ മന്ത്രി ജനത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും രമ്യ ന്യൂസ് 18നോട് പറഞ്ഞു. ആഘോഷിച്ച് പെരുന്നാൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആഘോഷിച്ചുകൊണ്ട് ഈ മതേതരത്വത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസത്തിലേക്ക് കടക്കുന്ന സമയം. അപ്പൊ അതിന്റെ ഒരു വലിയ ആവേശവും രാഹുൽ ഗാന്ധിയോടൊപ്പം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ തയ്യാറായിക്കൊണ്ട് ആലത്തൂരുകാർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. MP എന്ന നിലയിൽ രമ്യ പുതുമുഖമായിരുന്നു. ആലത്തൂരുകാർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ന്യൂസ് 18 ചാനലുകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സംവദിച്ചുകൊണ്ടുമായിരുന്നു അവർ നമുക്ക് വോട്ട് നൽകിയത് എങ്കിൽ ഇത്തവണ അവരോടൊപ്പം വികസന പ്രവർത്തനങ്ങളും അവരുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിലെ ഒരുപാട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഇടപഴകി ചേർന്നുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പിന്തുണയും ഏറെ പ്രാർത്ഥനയും കൂടി ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അടിപൊളിയായിട്ട്. ആലത്തൂർ എന്താണ് ജനം കൂടുതലായി ചർച്ച ചെയ്യുന്നത്? ആലത്തൂരില് ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ പെൻഷൻ കിട്ടിയിട്ടില്ല. കാരണം ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞു, എത്രയോ വല്യമ്മമാര് തന്റെ കൊച്ചുമക്കള് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അല്ലേ കയ്യിൽ അവർക്കൊരു പെരുന്നാക്കോടി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സിനിമയ്ക്കൊക്കെ പോകാൻ കുഞ്ഞുങ്ങൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഇവിടെ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് മലമ്പുഴയാണെങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ കൊച്ചു പഞ്ചായത്തുകളുടെ പാർക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ കയ്യിൽ വെച്ചു കൊടുക്കാൻ ഒരു കാശില്ലാത്തത് അമ്മമാര് പെൻഷൻ കിട്ടാത്തതിന്റെ വലിയൊരു വിഷമമാണ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നെൽകർഷകരുടെ ഒരു നാടാണ്. ഇതുവരെ അവരുടെ കൈകളിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന നെല്ലിന്റെ തുക കൊടുക്കുവാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോഴും ചാക്ക് കണക്കിന് നെല്ലുകൾ ശേഖരിച്ച് വീട്ടിന്റെ ഉമ്മറത്തൊക്കെ വെച്ചിരിക്കുക. കാരണം ഇന്നലെ ഒരു മഴ കൂടി പെയ്തപ്പം എത്രയോ കർഷകർ ഇന്ന് രാവിലെ പറയാണ് പ്രതീക്ഷിക്കാതെ വന്ന മഴയത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് നനഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യവും ഇപ്പം ഇവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ കുടിവെള്ളം വലിയ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടും അവരത് സംസാരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടും തന്നെയാണ് പോകുന്നത്. പിന്നെ അമ്മമാർക്ക് ഏക ഒരു ആശ്വാസമുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നടപ്പിലാക്കിയ ആ തൊഴിൽദാന പദ്ധതിയിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് മിക്ക വീടുകളിലും. അപ്പൊ അതുപോലെയുള്ള ക്ഷേമ പദ്ധതികൾ വരണമെങ്കിൽ ജനങ്ങൾ പറയാണ് വീണ്ടും അത് കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കണം. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ അതിനുശേഷം വന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അത്തരം പദ്ധതികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും വലിയ പിന്തുണയും പ്രാർത്ഥനയും നൽകുന്ന അമ്മമാരാണ്. കണ്ട 2 മൂക്കുത്തിയൊക്കെ കുത്തിയിരിക്കുന്ന സുന്ദരിയായിരിക്കുന്ന അമ്മമാരാണ് എന്റെ കൂടെയുള്ളത് എന്നുള്ളത് കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മന്ത്രിയാണ് എതിരെ മത്സരിക്കുന്നത്, അപ്പൊ ആ മണ്ഡലത്തിൽ അത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് CPM അല്ലെ? കാരണം അവര് മറുപടി പറയണ്ടേ. കാരണം ഇപ്പോഴും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭാഗമായിട്ടിരിക്കുന്ന ഒരാളിന് സർക്കാരിന്റെ ഒരു പ്രതിനിധി തന്നെ നേരിട്ട് മത്സരിക്കുമ്പോൾ സർക്കാർ പെൻഷൻ കിട്ടാത്തതിൻ്റെത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നെൽകർഷകന് ഇപ്പോഴും സർക്കാർ ലോൺ കൊടുത്തു. പാവപ്പെട്ട കർഷകൻ അധ്വാനിച്ച് രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഉച്ച സമയങ്ങളിൽ വെള്ളം തിരിച്ചുവിട്ട് എങ്ങനെയും കനാലിൽ എത്തിച്ചേരുന്ന വെള്ളം എങ്ങനെയും തിരിച്ചുവിടാന്നൊക്കെ കരുതി ആ കഠിനാധ്വാനത്തിന്റെ പൈസ ഇവിടെ വാങ്ങി വെച്ചിട്ട് സർക്കാർ ഒരു സമയത്ത് പറ്റിച്ചു. കാരണം ലോണായിട്ട് കൊടുത്തു. ആ ലോണ് സർക്കാർ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഈ കർഷകൻ സിബിൽ സ്കോറിനകത്ത് പെട്ടിരിക്കുകയാണ്. അപ്പം
ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോണും കിട്ടില്ല. മകളുടെ പഠനത്തിനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചയക്കാനോ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനോ അങ്ങനെ തുടങ്ങി ഒരു ലോണും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കർഷകനെ കൂപ്പുകുത്തിച്ചതും ഈ സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സർക്കാർ തന്നെയാണ്. അപ്പൊ അതിന് രമ്യ ഹരിദാസാണ് രഞ്ജിത് രാമചന്ദ്രനോട് പ്രതികരിച്ചത്. എന്താണെങ്കിലും ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി പ്രതീക്ഷയിലാണ്. അവർ സ്ഥാനാർത്ഥിക്ക് വധഭീഷണി എന്ന് പരാതി. കാസർകോട്ടെ അവർ സ്ഥാനാർത്ഥി N ബാലകൃഷ്ണനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നീലേശ്വരത്തെ CPMന്റെ പ്രാദേശിക നേതാക്കളാണ് വധഭീഷണി മുഴക്കിയത് എന്ന് ബാലകൃഷ്ണൻ ആരോപിക്കുന്നു. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, എന്താണ് ഈ പ്രശ്നം? അദ്ദേഹം ഒരു CPM പ്രവർത്തകനാണ്, CPM അനുഭാവിയാണ് എന്നൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ വധഭീഷണി മുഴക്കുന്നു എന്നുള്ള തരത്തിൽ N ബാലകൃഷ്ണൻ പ്രതികരിക്കാനുള്ള സാഹചര്യം? എൽദോ, കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരൻ ആയ N ബാലകൃഷ്ണൻ, അദ്ദേഹമാണിപ്പോൾ വളരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ CPM-എതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വധഭീഷണി മുഴക്കി അദ്ദേഹത്തിനെതിരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം തന്നെ ഈ കാര്യം വ്യക്തമാക്കും. എന്തായാലും എന്താണ് നിങ്ങളുടെ പരാതി? മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൻ്റെ താഴെയുള്ള കടയിൽ വന്നപ്പോൾ ചപ്പാത്തി വാങ്ങാനാണ്, ചപ്പാത്തി, ഉള്ളി, തക്കാളി. അവിടുത്തെ സ്ഥലം ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും 3-4 പേരും എന്നെ വളരെ അപമാനകരമായ രീതിയിൽ, നീ കള്ളനാണ്, നീ തെണ്ടിയാണ്, ചെറ്റയാണ്, നിൻ്റെ തടികേടാവും, വേറെ വൈകാതെ നിൻ്റെ അന്ത്യം വരുമെന്നുള്ള നിലയിൽ പറഞ്ഞു. ഉപ്പും മുളകും സ്റ്റോർ എന്നാണ് അതിന് പറയാം. എൻ്റെ സുഹൃത്തുക്കളാണ്. അയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു, രമ. അവർ വല്ലാതെ വിഷമിച്ചു, അവർ കരഞ്ഞുപോയി. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എൻ്റെ നാട്ടിൽ. ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു പേരൽ കോളേജ് അധ്യാപകൻ. നൗ ഐ എം എ ഫാമർ. പ്രീവിയസ്ലി ഐ ഹാവ് വർക്ക്ഡ് ത്രൂ ഔട്ട് ഇന്ത്യ ആസ് എ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ അവരൊക്കെ പ്രയാസമായി. അവർ തന്നെ അവരോട് പറഞ്ഞു, ശരിയല്ല മാഷ പറയുന്നത്, നിങ്ങളോടൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹാക്കളെ, ഞാനൊരു പഴയ സഖാവാണ്. ഞാൻ 1975 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി CPM പ്രവർത്തകനാണ്. 77 എനിക്ക് ഫുൾ മെമ്പർഷിപ്പ് കിട്ടി. ഈ 2024 വരെയും ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. wherever I go, it is my habit to engage in political activity, always holding the red flag, whether it is Bihar or Chhattisgarh or Andhra Pradesh or Gujarat, Modi's Gujarat or Rajasthan. I always hold the Chengodi or the Communist Party's flag. അപ്പോൾ അവരെ അവമാനിച്ചപ്പോൾ എനിക്ക് പറയാതെ, എന്നെ അവമാനിക്കരുത്, നീ ആരാണ്? ഞാൻ പറഞ്ഞു, VS-നെ മുമ്പ് TK ഹംസ അവമാനിച്ചിരുന്നു, കോലിട്ടിളക്കുന്ന അയാൾ. VS അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ഹംസ AKG അമരാവതിയിൽ പട്ടിണി സമരം കിടക്കുമ്പോൾ കാലം വന്ന് വിളിച്ചിട്ടും പോവാത്തതിൻ്റെ കോവാല എന്ന് പറഞ്ഞ്, ഐ എം നോട്ട് എക്സ്റ്റെൻഡിങ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞ് VS അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ VS-ൻ്റെ ഒരു ഉറച്ച അനുയായിയും പോരാളിയാണ്. 2006-ലും 2011-ലും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താകല്ല, സസ്പെൻഡ് ഫോർ 6 months എന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നെപ്പറ്റി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുഴുവൻ സഹാക്കൾക്കും അറിയാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ വധഭീഷണി ഒരു ആരോപണം? വധഭീഷണി അവർ മുഴക്കി. വധഭീഷണി, നിന്റെ കാര്യം പോക്കാണ്, നിന്നെ തട്ടും എന്ന് തന്നെ അവർ രണ്ടാളും പറഞ്ഞു. എനിക്കതിലൊരു പേടിയില്ല. ഞാനൊരു ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റാണ്. ഐ ആം നോട്ട് എ ബുർഷ്വാ കമ്മ്യൂണിസ്റ്റ്, ഐ ആം എ ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ MV ബാലകൃഷ്ണൻ മാഷയുടെ അപരനാമത്തിൽ നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം, ഞാൻ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമ്പോൾ ആ മാർച്ച് മാസത്തിൻ്റെ മെമ്പർഷിപ്പ് ഒന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. ദ റീസൺ ഈസ് ദാറ്റ് മൈ പാർട്ടീസ് കോലീഷൻ വിത്ത് കോൺഗ്രസ് ഓൾ ഓവർ ഇന്ത്യ, അതർ ദാൻ എക്സെപ്റ്റ് കേരള. എനിക്ക് ഈ നയത്തിൽ അഭിപ്രായത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടുന്നെങ്കിൽ ഇന്ത്യ മുഴുവനും കൂട്ടുകൂടണം, അതിൽ അന്തസ്സുണ്ട്, കേരളത്തിലും കൂട്ടണം. സീറ്റ് ഷെയർ ചെയ്തെടുക്കുക, പാർലമെൻറ്റിൽ 10-20 ആൾ പോവുക, പിന്നെന്ത് പണി? അല്ലാതെ ബംഗാളിൽ കൂട്ടുകൂടുകയും ഇവിടെ കൂട്ടില്ല എന്ന് പറയുകയും തമിഴ്നാട്ടിൽ കൂട്ടുകൂടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പ് നയമാണ്. ഇറ്റ് ഷോസ് ദി ഡബിൾ ഫേസ് ഓഫ്
ഓക്കെ, ഇരട്ടത്താപ്പ് നയം എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വധഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞു. ഇതിന് താങ്കളുടെ കയ്യിൽ തെളിവുണ്ടോ? ഇതിന് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? തെളിവ് ഞാൻ ഉടനെ തന്നെ ആ സ്ഥലത്ത് ഉള്ള ചാർജുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ എന്നെ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞു, വധഭീഷണിയുണ്ട്, യു മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, റിപ്പോർട്ട് ടു ദി ഹയർ അതോറിറ്റീസ്. അതിൻ പ്രകാരം അദ്ദേഹം ACPക്ക് അറിയിക്കുകയും ACP എന്നെ വിതിൻ സെക്കൻഡ്സ് ACP വിളിക്കുകയും എന്തെങ്കിലും സഹായം വേണം. ഞാൻ പറഞ്ഞു, ഐ നീഡ് നോട്ട് പോലീസ് പ്രൊട്ടക്ഷൻ, ഐ നീഡ് ദി പ്രൊട്ടക്ഷൻ ഫ്രം ദി പീപ്പിൾ. ഐ നെവർ ഡിപ്പെൻഡഡ് പോലീസ് അപ് ടു ദി 65 years. ഇപ്പൊ താങ്കളുടെ കയ്യിൽ വധഭീഷണി മുഴക്കിയതിന് തെളിവുണ്ടെന്നാണ്. തെളിവ് അവിടെ പോലീസ് പോയി അന്വേഷിച്ചു, സ്പെഷ്യൽ ബ്രാഞ്ച്. അതൊക്കെ അവർ പോലീസ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണല്ലോ. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസിൽ റിട്ടേൺ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കെതിരെ റിട്ടേൺ പരാതി കൊടുത്താൽ പരിഹരിക്കപ്പെടുന്നുണ്ടോ? യു ടെൽ മീഡിയ പേഴ്സൺസ്, ഈസ് ദർ എനി കൈൻഡ് ഓഫ് സോൾവിംഗ് ദി പ്രോബ്ലംസ് ഓഫ് ദി പീപ്പിൾ ഈവൻ ആഫ്റ്റർ ഗിവിംഗ് സോളിഡ് പ്രൂഫ്? എന്തായാലും ഒരു പരാതി കൊടുക്കുക എന്നതല്ലേ ഒരു കടമ? നോ റിട്ടേൺ എഴുത്തും വായനയും വരുന്നതിന് മുമ്പ്, ഈവൻ ബിഫോർ ഇൻവെന്റിംഗ് ദി ലെറ്റേഴ്സ്, ഇവിടെ പ്രശ്നങ്ങൾ വാമൊഴിയായി പരിഹരിക്കപ്പെട്ടിരുന്നു. എഴുത്തുരേഖയിൽ മത്സര രംഗത്ത് എന്തായാലും ഉറച്ച് പോരാട്ടം തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഞാൻ 10,000-കണക്കിന് കുട്ടികളെ കേരളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ദി ലാസ്റ്റ് 40 years or more. They will support me. My students will collect votes and support me. They know this teacher, Balakrishnan Master, English Balakrishnan Master. ഞാൻ ഇംഗ്ലീഷ് പറയും നിങ്ങളെ ഏറ്റിക്കാനില്ല. ഞാൻ ദിവസം ചാണകം വാരുന്ന ഒരാളാണ്, മണ്ണും. ഐ എം എ ഫാർമർ. വളരെ Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ